നമസ്കാരം. ഇന്നത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഫ്രീ ആയോ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കൂട്ടത്തിൽ ജോലിക്ക് പോകുന്ന ഒരുപാട് സ്ത്രീകളില്ലേ, അതുപോലെ കുഞ്ഞു കുട്ടികളുടെ അമ്മമാരും സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ അമ്മമാരും എല്ലാം ഉണ്ട്. അവർക്കെല്ലാം യൂസ്ഫുൾ ആവുന്ന പണികളൊക്കെ പെട്ടെന്ന് തീർക്കാൻ കഴിയുന്ന കുറച്ച് ടിപ്സൊക്കെ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടു വെക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും വിട്ടുപോകല്ലേ. അതുപോലെ ഈ വീഡിയോയുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും അതൊന്ന് കമൻസായിട്ട് അറിയിക്കുകയും കൂടെ ചെയ്യണേ. ഞാനിപ്പോൾ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഒട്ടുമിക്ക പേരും ചെയ്യുന്നതൊക്കെ ആയിരിക്കും. എന്നാലും ചില ദിവസങ്ങൾ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നമുക്കൊരു മടിയൊക്കെ വരില്ലേ, ഇപ്പോൾ എന്തിനാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്തു വെക്കുന്നത്, അങ്ങനെയൊക്കെ ചിന്തയൊക്കെ വരുന്ന സമയത്താണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഇൻട്രസ്റ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ്. സാധാരണ ഒരു ദിവസം ഫുഡ് മാത്രം ഉണ്ടാക്കണമെങ്കിൽ നമുക്കൊരു 2-2.5 മണിക്കൂർ അല്ലേ, ഫുഡ് ഉണ്ടാക്കലും പാത്രം കഴുകലും എല്ലാം ചേർത്തിട്ട് അത് മതിയാവില്ലേ, ഒന്നിന് പുറകെ ഒന്നായിട്ട് ചെയ്യുവാണെങ്കിൽ. അപ്പം ഇതിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നതിൽ ആ 2.5 മണിക്കൂറിൽ 1 മണിക്കൂർ നമ്മൾ തലേ ദിവസത്തേക്ക് മാറ്റി വയ്ക്കുന്നു. ബാക്കി 1.5 മണിക്കൂർ കൊണ്ട് പിറ്റേ ദിവസം കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുന്നു. അങ്ങനെ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഒരു പണി എടുക്കേണ്ടി വരുന്നില്ല, എക്സ്ട്രാ കൂടുതൽ സമയമൊന്നും നമുക്ക് ചെയ്യേണ്ടി വരുന്നില്ല. എന്നാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം തന്നെ റിലാക്സ് ആയിട്ട് ചെയ്യാനും പറ്റും. ഇതിപ്പോൾ തലേ ദിവസം ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരുക്കി വെക്കുകയാണ്. കൂമ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൂമ്പ് അരിഞ്ഞിടുമ്പോൾ എല്ലാവർക്കും അറിയാലോ, നമ്മൾ വേണമെങ്കിൽ ചോപ്പറിട്ടിട്ട് ചെയ്യാം. അതല്ല കൈകൊണ്ട് പിടിച്ചിട്ട് നമ്മൾ കൊത്തി അരിയുകയാണെങ്കിൽ എണ്ണ തടവിയിട്ട് വെളിച്ചെണ്ണ തടവിയിട്ട് ഇങ്ങനെ കൊത്തി അരിയുകയാണെങ്കിൽ അതിൻ്റെ കറയൊന്നും നമ്മുടെ കയ്യിലാവില്ല. അങ്ങനെ ഒന്ന് അരിഞ്ഞു വെക്കട്ടെ. ഇനിയിപ്പം ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റയടിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ 1 മണിക്കൂർ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴാണോ നമ്മൾ ഫ്രീ ആവുന്നത് ആ സമയത്ത് ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ചെയ്ത് തീർക്കുക. കുഞ്ഞു കുട്ടികൾ ഉറങ്ങുന്ന സമയത്തും പിന്നെ പഠിക്കുന്ന കുട്ടികളൊക്കെ ട്യൂഷന് പോകുന്ന സമയത്തും അങ്ങനെയൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് നമ്മളിരിക്കുന്ന സമയത്ത് ഇങ്ങനെ സെറ്റാക്കി വെക്കാം. ഇതിപ്പോൾ വീട്ടിലുള്ള കൂമ്പായതുകൊണ്ട് വെള്ളത്തിലൊന്നും ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പച്ചക്കറിയൊക്കെ ആണെങ്കിൽ നാളത്തേക്ക് ഏതൊക്കെയാണോ വേണ്ടത് അതെല്ലാം ഒന്ന് വെള്ളത്തിലേക്ക് ഉപ്പും മഞ്ഞളുള്ള വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ട് അരിഞ്ഞിട്ട് വെക്കാം. ഇനിയിപ്പം നമ്മുടെ ഈ കൂമ്പിൻ്റെ കാര്യം, ഇത് വലിയ കൂമ്പായതുകൊണ്ട് തന്നെ നാളെ ഇത് മുഴുവനായിട്ട് വേണ്ട, 2 ദിവസം എടുക്കാനുണ്ടാവും, അത്രയും ഉണ്ട്. അപ്പോൾ ഇത് അരിഞ്ഞിട്ടിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെക്കുകയാണെങ്കിൽ ആ കറുപ്പ് നിറം ഉണ്ടാവില്ല. പക്ഷേ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് വെക്കുന്നില്ല, കാരണം നല്ല നാടൻ കൂമ്പല്ലേ, വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ഇത് സത്തൊന്നും കളയണ്ടെന്ന് കരുതി. പിന്നെ വേറൊരു കാര്യം, ചിലപ്പോൾ ചിലർ ചോദിക്കും അരിഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പോഷകമൊക്കെ നഷ്ടപ്പെടില്ലേന്ന്. പക്ഷേ നമ്മൾ അരിഞ്ഞിടാതെ ചില കൂമ്പുകൾ പെട്ടെന്ന് അപ്പം തന്നെ അരിഞ്ഞിട്ടിട്ട് വെക്കുമ്പോൾ ചിലപ്പം കയ്പ്പ് വന്നിട്ട് നമ്മൾ കളയേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? എനിക്കങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, കൂമ്പാണ് നമ്മൾ വറവ് വെക്കുന്നതെങ്കിൽ തലേ ദിവസം അരിഞ്ഞിടും, വെള്ളമൊന്നും വേണ്ട കേട്ടോ. അരിഞ്ഞിട്ടിട്ട് ഇതേപോലെ ഒന്ന് ടൈറ്റായിട്ടുള്ള ഒരു അടപ്പ് കൊണ്ട് മൂടി വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം അതിൻ്റെ കറയുടെ അംശമൊന്നും ഉണ്ടാവില്ല, ഒരു കയ്പും ഉണ്ടാവില്ല കേട്ടോ. ഇനിയിപ്പോൾ നാളത്തേക്കുള്ള തേങ്ങയും കൂടെ ചിരവി വെച്ചിട്ടുണ്ട്. ഇന്ന് അരച്ചൊന്നും വെക്കുന്നില്ല കേട്ടോ, കാരണം അത് ഫ്രഷായിട്ട് അരച്ചിട്ട് നമ്മൾ കറികളിലൊക്കെ ചേർക്കുമ്പോഴല്ലേ ടേസ്റ്റ് കൂടുതലുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തന്നെ ചിരവിയിട്ട് അതും നല്ല അടപ്പുള്ള പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ സാധാരണ സ്റ്റീൽ പാത്രങ്ങൾ തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. മാക്സിമം പ്ലാസ്റ്റിക് ഒഴിവാക്കിയിട്ടാണ് ഉള്ളത്. ലോഡ് കൂടും, അതായത് വേറെ കുറേ സാധനങ്ങൾ ഫ്രിഡ്ജിലുണ്ടെങ്കിൽ ലോഡ് കൂടും. പക്ഷേ എൻ്റെ ഫ്രിഡ്ജിൽ വേറെ സാധനങ്ങളൊന്നും ഇല്ല, ഞാനിപ്പോൾ വെക്കുന്ന കാര്യങ്ങളെ മെയിനായിട്ട് ഉണ്ടാവും. അതുകൊണ്ട് എനിക്കിപ്പം കൂടുതൽ കറണ്ടൊന്നും ഇതിൻ്റെ ഒരു കാരണം കൊണ്ട് വരുന്നില്ല. മീനൊക്കെ കഴിക്കുന്ന വീടുകളിലാണെങ്കിൽ തലേ ദിവസം മാർക്കറ്റിലൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെ കിട്ടില്ലേ, അതൊക്കെ വാങ്ങിയിട്ട് അപ്പോൾ തന്നെ അതൊന്ന് ക്ലീൻ ചെയ്ത് വെക്കാം. ഇതിപ്പോൾ ചരുവാണ്. ചരു എന്ന് പറയുമ്പോൾ ഞങ്ങളിവിടെ കൊഞ്ചനില്ലേ, നമ്മുടെ ചെമ്മീൻ, ആ ഒരു ചെമ്മീനും പിന്നെ നങ്കെന്ന് പറഞ്ഞാൽ മാന്തളിൻ്റെ ചെറിയൊരു സൈസ്, അപ്പോൾ അത് രണ്ടും ചേർന്ന് വരുന്ന മീനാണ്. അതായത് പലതരത്തിലുള്ള മീനുകൾ ഇതിലുണ്ടാകും, പക്ഷേ ഈ ഒരു ചരുവിൽ ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്ന് കൊഞ്ചം വൃത്തിയാക്കി എടുക്കട്ടെ. വൃത്തിയാക്കുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു നാരുണ്ടാവില്ലേ, ഒരു ബ്ലാക്ക് കളറുള്ള അതും പിന്നെ ഒരു പച്ച കളറുള്ള വേസ്റ്റൊക്കെ ഉണ്ടാവും. അതൊക്കെ കത്തി കൊണ്ടങ്ങ് വരിഞ്ഞെടുത്തിട്ട് നമുക്കത് തുറന്ന് കിട്ടുമല്ലോ. അതപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പറ്റും. അതൊക്കെ ഒന്ന് ചെയ്തെടുക്കട്ടെ. നമ്മൾ തലേ ദിവസം ചെയ്യുന്ന പണികളെ ആശ്രയിച്ചിരിക്കും കേട്ടോ ആ 1 മണിക്കൂർ എന്ന് പറയുന്നത്. ഇതിപ്പം എനിക്ക് ചരു മുറിക്കേണ്ടത് കൊണ്ടാണ് 1 മണിക്കൂർ വേണ്ടി വരുന്നത്. അതിലൊക്കെ ആണെങ്കിൽ ഇന്നിപ്പം 1 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന കാര്യം അരമണിക്കൂർ മതിയാവുമല്ലോ. പിന്നെ
പിന്നെ ഈ മാന്തൾ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ തൊലി നമുക്ക് നീക്കണമല്ലോ. അപ്പോൾ സാധാരണഗതിയിൽ ഞാൻ ചെയ്യാമെന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെയും ആദ്യം തൊലി മാത്രം അങ്ങ് എടുത്ത് മാറ്റും. കത്തി അങ്ങ് മാറ്റി വെച്ചിട്ട് കൈകൊണ്ട് പെട്ടെന്ന് തന്നെ ആ ഒരു തൊലി നമുക്ക് ഇളക്കി എടുക്കാൻ പറ്റുമല്ലോ. തൊലിയെല്ലാം മാറ്റിയെടുത്തതിന് ശേഷം കത്രി ഉപയോഗിച്ചിട്ട് അതിൻ്റെ ചിറകുകൾ, അതായത് അതിൻ്റെ സൈഡിലൊക്കെ നേരിയ ചിറകുകൾ ഉണ്ടാവുമല്ലോ, അതെല്ലാം കത്രി കൊണ്ട് അതും വാലും തലയും എല്ലാം അങ്ങ് കട്ട് ചെയ്യും. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് എളുപ്പമായിട്ട് തോന്നുന്നത്. അല്ലാതെ ഒന്നിൻ്റെ പിന്നെ തൊലി കളഞ്ഞ് കത്രി കൊണ്ട് കട്ട് ചെയ്ത് അതങ്ങ് ചട്ടിയിലിട്ട് അടുത്തത് വീണ്ടും തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് അങ്ങനെയാകുമ്പോൾ ഒരുപാട് സമയം നമ്മൾ കത്രിക എടുക്കുകയും വെക്കുകയും ചെയ്യണം. ഇതാവുമ്പോൾ പെട്ടെന്ന് തന്നെ പണി തീരും. ഈ മാന്തൾ കട്ട് ചെയ്യുമ്പോൾ അറിയാലോ, സാധാരണ നമ്മൾ അയലയും മത്തിയും പോലെയല്ല, വയറിൻ്റെ ഭാഗത്ത് ഉള്ളിലൊന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റുന്നൊരു മീൻ തന്നെയാണ്. പക്ഷേ ഇത് ചരുവാകുമ്പോൾ കുറേ ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കൂടുതൽ സമയം എടുക്കുന്നത്. ഇനിയിപ്പോൾ തലേ ദിവസം ഇതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കാൻ നമുക്ക് പറ്റിയില്ലെന്ന് വിചാരിക്കുക. അതായത് ഇപ്പം ഉപ്പേരിക്ക് മുറിച്ചിടാൻ നമുക്ക് ഒന്നുമില്ല, അല്ലെങ്കിൽ മീനന്ന് കിട്ടിയിട്ടില്ല, അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളൊക്കെ ഉണ്ടാവില്ലേ. എല്ലാ ദിവസവും നമുക്ക് എല്ലാ സാധനങ്ങളും നമ്മുടെ കയ്യിൽ ഉണ്ടാവണം എന്നില്ലല്ലോ. അങ്ങനെയുള്ള സമയത്ത് ഒരു പ്ലാനിങ് എങ്കിലും ഉണ്ടായാൽ മതി. അതായത് ഉപ്പേരിക്ക് ഇല്ലെങ്കിൽ നാളെ ചെറുപയറിൻ്റെ തോരൻ ഉണ്ടാക്കാമെന്നങ്ങ് വിചാരിക്കുക. മീനില്ലെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും, മീനിന് പകരം ചിലപ്പോൾ നമുക്ക് സോയാ ചങ്ക്സോ അങ്ങനെ എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ചിട്ട് ഒരു പ്ലാൻ തലേ ദിവസം ഉണ്ടാക്കി വെച്ചാൽ തന്നെ രാവിലെ പെട്ടെന്ന് കാര്യങ്ങളെല്ലാം നടക്കും. കാരണം സോയാ ചങ്ക്സ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മളെ ചെറുപയറൊക്കെ ആണെങ്കിൽ തലേ ദിവസം നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ രാവിലെ എന്ത് വെക്കണം എന്ന് ആലോചിച്ചിട്ട് സമയം കളയണ്ടല്ലോ. ഇനിയിപ്പം പലരും വിചാരിക്കുന്നുണ്ടാവും, ഇതൊന്നും ഇല്ലെങ്കിലും നമ്മൾ രാവിലെ 8 മണിയാകുമ്പോഴേക്ക് എന്താ പണിയൊക്കെ കഴിയുന്നില്ലേ, അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിലെ മക്കൾ അന്ന് ഫുഡ് കഴിക്കാതെ പോയിട്ടുണ്ടോ? ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ലല്ലേ. നമ്മൾ എന്തായാലും കുട്ടികൾ ഇറങ്ങുന്നതിൻ്റെ മുന്നേ അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് ഇറങ്ങുന്നതിൻ്റെ മുന്നേ എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കും. ഇനിയിപ്പോൾ നമുക്ക് ജോലിക്ക് പോകണമെങ്കിൽ തന്നെ നമ്മളെല്ലാം ഒരുക്കിയിട്ടല്ലേ, എല്ലാ പണികളും തീർത്തിട്ട് തന്നെയാണ് നമ്മൾ 8 മണിക്ക് ഇറങ്ങുക. നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അവരുടെ കൂടെ, അതായത് രാവിലെ ഹറിബറി ഇല്ലാതെ നമ്മുടെ കൂടെ ഉള്ളവരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടും. അതായത് ഇപ്പം കുട്ടികൾക്ക് ഇപ്പം മുടി കെട്ടി കൊടുക്കാനാണെങ്കിലോ, അല്ലെങ്കിൽ അവർക്ക് ചോറല്ല നമ്മുടെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് വാരി കൊടുക്കാനാണെങ്കിലോ എല്ലാത്തിനും നമുക്ക് സമയം കിട്ടുമല്ലോ. പിന്നെ ഹസ്ബൻഡിൻ്റെ കൂടെ ഇരുന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് ചായ കുടിക്കാനോ എല്ലാം നമുക്ക് സമയം കിട്ടും. ഇങ്ങനെ നമ്മൾ ഒരുക്കി തലേ ദിവസം വെക്കുവാണെങ്കിൽ. ഇനിയിപ്പോൾ ഇതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ലേ? അതായത് ഇപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ഹറിബറിയായിട്ട് നമ്മുടെ അടുക്കളയിൽ വന്നിട്ട് ജോലികളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയില്ല. പക്ഷേ തലേ ദിവസം എല്ലാം ഒരുക്കിയിട്ട് നമ്മൾ കിടക്കുകയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ ഒരു 15 മിനിറ്റ് വീടിന് ചുറ്റും ഒന്ന് നടക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യാനോ എല്ലാം നമുക്ക് സമയം കിട്ടില്ലേ. ഈ മീനെല്ലാം നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം അതും ഒന്ന് പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, നമ്മൾ തലേ ദിവസം കഴുകിയ മീൻ അങ്ങനെ അങ്ങ് ഫ്രീസറിൽ വെക്കാതെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വിട്ട് വെക്കുകയാണെങ്കിൽ ആ ഒരു ഫ്രഷ്നെസ് നഷ്ടപ്പെടാണ്ട് നമുക്ക് പിറ്റേ ദിവസം എടുത്തിട്ട് കറി വെക്കാനോ അല്ലെങ്കിൽ വറുക്കാനോ ഒക്കെ പറ്റും. തലേ ദിവസത്തെ മീനാണെന്ന് തോന്നുകയില്ല. ഇനിയിപ്പോൾ നമുക്ക് മോര് കറിയാണെങ്കിൽ ഉറയും കൂടെ കൂട്ടാനുണ്ടല്ലോ. അപ്പോൾ പാല് കാച്ചിയിട്ട് അതെല്ലാവർക്കും അറിയുന്നതല്ലേ, നമ്മളെല്ലാവരും ഡെയിലി ചെയ്യുന്ന കാര്യമായിരിക്കും. പാല് കാച്ചി ഒന്ന് കുറുകി വരുമ്പോൾ അതിൽ ഇത്തിരി തൈരോ മോരോ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല കട്ടിയുള്ള തൈര് കിട്ടും. ഇത് എൻ്റെ കയ്യിലുണ്ട്, ഇന്നലെ ചെയ്തതിൻ്റെ ബാക്കി. അപ്പം വലിയൊരു പുളിയൊന്നും വന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നാളെയും ഇതിൻ്റെ ബാക്കി തന്നെ എടുക്കാമെന്ന്. അങ്ങനെ അതും കൂടെ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പം നാളത്തേക്കുള്ള വെള്ളവും കൂടെ ഒന്ന് തിളപ്പിച്ച് വെക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ വേറൊരു കാര്യവും കൂടെ ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ അരിയുടെ ഒരു ഇതുപോലെ ഇരിക്കുക. അതായത് ഇത്തവണ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അരി നല്ല വേവുള്ള അരിയാണ്. അതായത് മഞ്ഞക്കുറുവയില്ലേ, മഞ്ഞക്കുറുവയ്ക്ക് നല്ല വേവല്ലേ. അപ്പോൾ ഇവിടെ അടുപ്പിലാണ് നമ്മൾ ചോറ് വയ്ക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ടേസ്റ്റും ആ ഒരു രീതി തന്നെയാണ്. പക്ഷേ അതില്ലാത്തതാണെങ്കിൽ എന്ത് ചെയ്യുക, സാധാരണ ഞാൻ കുക്കറിലാണ് ചോറ് വെക്കാറുള്ളത്. ഇതിപ്പം മഞ്ഞക്കുറുവ ആയതുകൊണ്ട് ഈ രീതിയിലൊന്ന് ചെയ്തപ്പോൾ എനിക്ക് നല്ല സക്സസ് ആയിട്ട് തോന്നി. അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുകയാണ്. ഇനിയിപ്പം സപ്തഗിരി അരിയില്ലേ, അതാണെങ്കിലും ഇങ്ങനെ ചെയ്യാം. അതായത് നല്ല വേവുള്ള അരിയാണെങ്കിൽ തലേ ദിവസം ഉറങ്ങാൻ കിടക്കുന്നതിൻ്റെ മുന്നേ നമ്മളെല്ലാ പണിയും കഴിഞ്ഞ് അടുക്കള ക്ലീനൊക്കെ ചെയ്ത് അടുക്കള അടക്കുന്നതിൻ്റെ തൊട്ട് മുന്നെയാണ് ഇത് ചെയ്യുന്നത്. അതായത് കുറച്ച് വെള്ളം, അതായത് നമ്മുടെ ചോറിൻ്റെ വെള്ളം തന്നെ തിളപ്പിച്ചതിന് ശേഷം ഞാൻ സാധാരണ അരി നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, ഒന്ന് ചൂടാക്കിയതിന് ശേഷമാണ് കഴുകുക. അപ്പോൾ അതിൻ്റെ മേലെയുള്ള പോളിഷൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് അങ്ങനെ അരി നന്നായിട്ട് കഴുകിയിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതായത് തിളപ്പിച്ചിട്ട് ഒരു പത വരുന്ന സമയമില്ലേ, ആ സമയത്ത് അതങ്ങ് ഓഫാക്കി വെക്കുക.
നമ്മളിപ്പോൾ റൈസ് കുക്കർ ഉണ്ടെങ്കിൽ സാധാരണ ചെയ്യുന്ന കാര്യം തന്നെയില്ലേ, അത് തന്നെയാണ്. റൈസ് കുക്കർ ഉണ്ടെങ്കിൽ ഈ ഒരു പത വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒന്ന് വെട്ടി തിളച്ചിട്ട് നമ്മൾ അതിലേക്ക് ഇറക്കി വെക്കുകയല്ലേ ചെയ്യുക. ഇത് ഇറക്കി വെക്കാതെ ഇതേ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ ഓഫ് ചെയ്തിട്ട് നന്നായിട്ടങ്ങ് അടച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, വേവ് കുറഞ്ഞ അരിയാണെങ്കിൽ, അത് പൊന്നി അരി പിന്നെ വെള്ളക്കുറുവ അങ്ങനെയുള്ള പെട്ടെന്ന് വേവുന്ന അരിയാണെങ്കിൽ ഇങ്ങനെ ചെയ്യരുത്. കാരണം രാവിലെ കഞ്ഞിയായി പോവും. അത് നമ്മൾ നോക്കിയിട്ട് ചെയ്യുക. അങ്ങനെയുള്ള അരിയാണെങ്കിൽ എന്താ ചെയ്യുക, രാവിലെ എഴുന്നേറ്റ ഉടനെ, അതായത് റൈസ് കുക്കർ ഇല്ലാത്തവരാണേ പറയുന്നത്, അതായത് രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ ചോറിൻ്റെ വെള്ളം വെച്ചിട്ട് അരി ഇടുക. അരി ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം അതങ്ങ് ഓഫ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വെള്ളമില്ലേ, വെള്ളം തിളച്ച വെള്ളം തന്നെ വേണമെന്നില്ല, കുറച്ച് പച്ചവെള്ളം ഒരു പാത്രത്തിലാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെക്കുക. എന്നിട്ട് നമ്മൾ എല്ലാ പണിയും കഴിഞ്ഞതെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ അരിയുടെ വേവും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ഒരു 15-20 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ അത് ഓഫ് ചെയ്തിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അത് നമ്മൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു അരി ചോറായിട്ട് മാറിയിട്ടുണ്ടാവും. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്കത് വാർക്കാം. നല്ല മണിമണി പോലെയുള്ള ചോറ് തന്നെ നമുക്ക് കിട്ടും. കറക്റ്റ് പാകം ഒന്ന് നോക്കിയാൽ മതി. എത്രയാണോ നമുക്ക് വേണ്ടതെന്ന് അതിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ തലേ ദിവസം ഒന്ന് തിളപ്പിച്ചിട്ട് ഓഫ് ചെയ്യാണ്. പിന്നെ മുറിച്ചിട്ട് വെച്ചിട്ടുള്ള എല്ലാം ഫ്രിഡ്ജിലേക്ക് മാറ്റി മിനി ഫ്രീസറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടുക്കളയൊക്കെ ഒന്ന് അടയ്ക്കട്ടെ. ഇനി രാവിലെ കാണേ. ഇനിയിപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഭയങ്കര സുഖമായിരിക്കും. കാരണം നമുക്ക് തിരക്ക് പിടിച്ചിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. കാരണം പകുതി മുക്കാൽ കാര്യങ്ങളും നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം അതെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കേണ്ടതേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റിന് ഇത്തിരി ഇന്ന് പണിയുണ്ട്. കാരണം പുട്ടല്ല ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ തലേ ദിവസം ഞാനതൊന്നും ചെയ്യാതിരുന്നത് ഇന്ന് പൂരി ആയതുകൊണ്ടാണ്. അപ്പം ഇന്ന് എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ രാവിലെ തന്നെ എഴുന്നേറ്റു. ഇന്നിപ്പോൾ 5:30 എഴുന്നേറ്റിട്ടുള്ളൂ. 6 മണിയാകുമ്പോഴത്തേക്കാണ് ഞാൻ അടുക്കളയിൽ വന്നത്. 7:30 ആകുമ്പോഴത്തേക്ക് ഇന്ന് എൻ്റെ എല്ലാ പണിയും, അടുക്കളയിലുള്ള എല്ലാ പണിയും കഴിയും. 1.5 മണിക്കൂർ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കാൻ പറ്റും. രാവിലെ വെള്ളം കുടിക്കുന്ന ശീലം ഇല്ലാത്തവർ തുടങ്ങിക്കോ കേട്ടോ. കാരണം നല്ലതല്ലേ വെറും വയറ്റിൽ ഇത്തിരി വെള്ളം കുടിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്ന ശീലം ഉണ്ടാവണം. എനിക്കത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇത് മുടങ്ങാതെ ചെയ്യാറുണ്ട്. അപ്പോൾ വെള്ളം കുടിച്ചതിന് ശേഷം നമ്മുടെ അരിയൊക്കെ പാകമായിട്ടുണ്ട്. കാരണം ഇത് ശീലമായതുകൊണ്ട് ഈ ഒരു അരി കഴിയുന്നത് വരെ എനിക്കിപ്പോൾ ഇങ്ങനെ ചെയ്യാമല്ലോ. അതുകൊണ്ട് എനിക്കറിയാം അത് വെന്തിട്ടുണ്ടെന്ന്. അപ്പം അതിനുശേഷം ഫ്രീസറിൽ വെച്ചിട്ടുള്ള മീനൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് വെക്കട്ടെ. പിന്നെ താഴത്തെ തട്ടിലേക്ക് വെച്ചിട്ടുള്ള ഇന്നലത്തെ ഉപ്പേരിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ മുറിച്ചിട്ട് വെച്ചത്, അതും എല്ലാം ഒന്ന് പുറത്തെടുത്ത് വെച്ചു. ശേഷം നമ്മുടെ പാത്രങ്ങളൊക്കെ, നമ്മുടെ ഒരു അക്ഷയപാത്രം ഉണ്ടല്ലോ, തീർന്നാലും തീരാത്തത്, എപ്പോഴും നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബേസിനിലുള്ള നമ്മുടെ പാത്രങ്ങളെല്ലാം ഒന്നങ്ങ് എടുത്ത് മാറ്റി വെക്കട്ടെ. ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ പണി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. മീൻ കുറച്ച് സമയം പുറത്ത് വെച്ചാൽ തന്നെ അതൊന്ന് മെൽറ്റായിട്ട് കിട്ടുമല്ലോ. ഇനിയിപ്പോൾ സമയം ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ടാപ്പിൻ്റെ അടുത്ത് ഒന്ന് കാണിച്ചിട്ട് ഫോഴ്സിലൊന്ന് പൈപ്പ് തുറന്ന് വയ്ക്കുക. അങ്ങനെ ഒരു 2 മിനിറ്റ് തുറന്ന് വെക്കുമ്പം തന്നെ ആ ഒരു ഐസെല്ലാം അങ്ങ് പൊട്ടി വന്നിട്ട് അതങ്ങ് മെൽറ്റായിക്കോളും. ഒരു ഹോളായിട്ട് വന്നിട്ട് മെൽറ്റാവുമല്ലോ. ഇതിപ്പോൾ എളുപ്പത്തിന് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയും കൂടെ നമുക്ക് ചെയ്യാമേ. ഇനിയിപ്പോൾ അധികം വെള്ളം നമുക്ക് കളയാനില്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചേറെ സമയം നമുക്കതൊന്ന് പുറത്ത് വെറുതെ അങ്ങ് വെച്ചാലും മതി. ഇനിയിപ്പോൾ നമ്മൾ പച്ചക്കറിക്ക് ഇന്നലെ മുറിച്ചിട്ട് വെക്കുമ്പോൾ നമുക്ക് വെള്ളത്തിലിടാൻ വേണ്ടിയിട്ടുള്ള പച്ചക്കറി ഒന്നും ഉണ്ടായിട്ടില്ല. ഇന്നിപ്പം വേറെ ഒന്നുമില്ല കാര്യമായിട്ട് 2-3 പച്ചമുളകും പിന്നെ തക്കാളി ഇല്ലേ, ആ തക്കാളിയും മാത്രമേ വെള്ളത്തിലിടാനുള്ളൂ. അതും കൂടെ ഒന്നങ്ങ് ചെയ്ത് വെക്കട്ടെ. ഇപ്പം ഞാൻ വിനാഗിരിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുള്ള വെള്ളമാണ് എടുക്കുന്നത്. വേണമെങ്കിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇടാം, അല്ലെങ്കിൽ വിനാഗിരി മാത്രം ഇടാം, അല്ലെങ്കിൽ പുളി ചേർക്കാം. എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്തിട്ട് നമ്മുടെ ഒരു സമാധാനത്തിന് ഒരു 10 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ വെക്കുന്നത്. കുറച്ച് കറിവേപ്പില, ഈ കറിവേപ്പില വാങ്ങിയതാണ്, അപ്പോൾ അതും കൂടെ അങ്ങ് ഇട്ട് വെക്കട്ടെ. പച്ചമുളകിൽ ചീരോപ്പറങ്കിയാണ്, അതുകൊണ്ട് പച്ചമുളക് വലുത് അതിൽ ഇട്ടിട്ടില്ല. ഇനിയിപ്പം അടുത്തത് നമ്മുടെ ചോറ് വാർക്കലാണ്. കറക്റ്റ് പാകമായിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ വേവിൻ്റെ കറക്റ്റായിട്ടുണ്ട്. അതൊന്ന് തിളപ്പിക്കണം. അതായത് അങ്ങനെ നമ്മളങ്ങ് വാർക്കാൻ പാടില്ല. കാരണം വെള്ളമെല്ലാം കുറച്ച് തണിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പം എന്ത് ചെയ്യുക, അത് ഒന്നും കൂടെ ഒന്ന് വെട്ടി തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം മാത്രം ഒന്ന് വാർക്കുക. അല്ലെങ്കിൽ ഒരു വഴുവഴുപ്പ് പോലെ ഉണ്ടാവുകയെ. ഇപ്പോൾ വെള്ളം ഒന്ന് കുറഞ്ഞു പോയെങ്കിൽ പച്ചവെള്ളം ഒഴിക്കരുതേ, ചൂടുവെള്ളം അല്ലെങ്കിൽ തിളക്കുന്ന വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടെ ചൂടാക്കിയിട്ട് ഒന്ന് വാർത്തെടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ ആ ഒരു തേങ്ങയില്ലേ, അതും കൂടെ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, ബാക്കി അരച്ചും വെച്ചിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മുടെ കൂമ്പ് ഉപ്പേരിയില്ലേ, കൂമ്പ് തോരൻ, അതൊന്ന് ഉണ്ടാക്കട്ടെ. ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുക. അതിന് ശേഷം
നമ്മൾ ഇന്നലെ അരിഞ്ഞു വെച്ചിട്ടുള്ള കൂമ്പിൽ കുറച്ച് മാത്രമാണ് ഇന്ന് എടുക്കുന്നുള്ളൂ. അതും കൂടെ ചേർത്തതിന് ശേഷം വെള്ളം ഒഴിക്കുക. പെട്ടെന്ന് തന്നെ വെള്ളം ഒഴിക്കുന്നുണ്ട്, കാരണം അടിയിൽ കടുകുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് കരിഞ്ഞു പോകണ്ട. അതുകൊണ്ട് വെള്ളവും പെട്ടെന്ന് തന്നെ ഒഴിച്ചതിന് ശേഷം ഞാൻ ഇന്നലെ ഏതോ ഒരു സമയം കിട്ടുമ്പോൾ ഇത്തിരി ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒന്ന് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് രാത്രി വീഡിയോ എടുക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ചെയ്തതായിരുന്നു. അതുകൊണ്ടാണ് അത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാതിരുന്നത്. അതും കൂടെ സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് എനിക്കിപ്പോൾ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കുമല്ലോ. ചെറിയുള്ളി ഇല്ലേ, നമ്മുടെ കൊച്ചുള്ളി, അത് സൈസ് കുറച്ച് കൂടിയത്, അതുകൊണ്ട് 2 മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു വെളുത്തുള്ളിയുടെ അല്ലിയില്ലേ, അത് നെടുകെ കീറിയതും ഇട്ട്, പിന്നെ ചീരോപ്പറങ്കില്ലേ കാന്താരി മുളക്, അത് 2 കൂടെ ഇട്ട്, പിന്നെ അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഇതൊന്ന് അടച്ച് വേവിക്കുക. ഇതിപ്പോൾ 3 അടുപ്പും ഞാൻ ഒരുമിച്ച് കത്തിച്ചിട്ട് എല്ലാം പെട്ടെന്ന് ചെയ്ത് തീർക്കുകയാണ്. കാരണം നമുക്ക് 1.5 മണിക്കൂർ കൊണ്ട് എല്ലാ പണിയും തീർക്കണ്ടേ. അപ്പം ഇവിടെ ചട്ടിയിൽ മോര് കറിയില്ലേ, മോര് കാച്ചിയത്, അതാണ് ഉണ്ടാക്കുന്നത്. അപ്പുറത്ത് നമ്മുടെ ആ ഒരു പഴയ പാനി വെച്ചിട്ട് കത്തിച്ചിട്ടില്ല, അതിൽ വെള്ളമുണ്ട്. വെള്ളത്തിലേക്ക് മുട്ട വെച്ചതിന് ശേഷമാണ് അത് ഫ്ലെയിം ഓൺ ചെയ്തത്. അല്ലെങ്കിൽ നമ്മൾ ചൂട് കൊണ്ട് മുട്ട പെട്ടെന്ന് അങ്ങ് താഴേക്ക് ഇടുമ്പോൾ അത് പൊട്ടിപ്പോവുമല്ലോ. അപ്പോൾ മുട്ടയെല്ലാം ഇട്ടതിന് ശേഷം, വെള്ളത്തിൽ മുട്ട ഇട്ടതിന് ശേഷം അതൊന്ന് ഓൺ ചെയ്യുന്നുണ്ട്. അതിനിടയിൽ ചട്ടി ഒന്ന് ചൂടാവുന്നുണ്ട്. മോരും കൂടെ ഒന്ന് കറിയാക്കട്ടെ. ചൂടായ എണ്ണയിലേക്ക് കടുക് പൊട്ടിക്കുക. അതിലേക്ക് 2-3 ചെറിയുള്ളിയും 1 അല്ലി വെളുത്തുള്ളിയും 2 കാന്താരി മുളകും ഇഞ്ചി ഒരു കഷ്ണം ചതച്ചതോ അല്ലെങ്കിൽ കൊത്തിയരിഞ്ഞതോ ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ ഇടയിൽ നമ്മുടെ വറവിൻ്റെ വെള്ളം എല്ലാം ഒന്ന് വറ്റി അതൊന്ന് വെന്ത് പാകമായിട്ടുണ്ട്. ചിരകിയ കുറച്ച് തേങ്ങ മാറ്റി വെച്ചിട്ടില്ലേ, അത് അതിലേക്ക് ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് അതൊന്നങ്ങ് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കട്ടെ. ശേഷം ഇതിൽ നമ്മൾ 2 തക്കാളിയാണ് ചേർക്കുന്നത് നമ്മുടെ മോര് കറിയിൽ. ഇത് ശരിക്കും പറഞ്ഞാൽ തക്കാളി മോര് കറിയാണ്. നല്ല പുളിയില്ലാത്ത തക്കാളി വേണം ഇതിൽ ചേർക്കാൻ. അതും കൂടെ ഒന്ന് അരിഞ്ഞ് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നല്ല പുളിയുള്ള തക്കാളിയാണെങ്കിൽ 1 എടുത്താൽ മതി. അതിലേക്ക് തേങ്ങയുടെ അരപ്പും കൂടെ ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ നമ്മുടെ തൈരില്ലേ, അത് ചേർക്കണം. തൈര് ചേർത്താൽ അറിയാലോ, തിളക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അപ്പോൾ ഈ ഒരു അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അതേ പാത്രത്തിൽ തന്നെയാണ് തൈര് ചേർക്കുന്നത്. തൈര് ചേർക്കുമ്പോഴും അതിൻ്റെ പുളിയൊന്ന് നോക്കണം. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ 2-2.5 ടേബിൾ സ്പൂൺ എടുത്തിട്ട് അതൊഴിച്ചതിന് ശേഷം അതിലേക്ക് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് മിക്സാക്കി എടുക്കാം. ഇനി പുളിയില്ലാത്ത തൈരാണെങ്കിൽ നമുക്ക് 4 ടേബിൾ സ്പൂൺ വരെ എടുക്കാം. അതുകൊണ്ട് ഞാനിപ്പം 4 ടേബിൾ സ്പൂൺ എടുത്തത് കൊണ്ട് തന്നെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. നല്ല കുറുകിയ കാളം പോലുള്ള മോര് കറി റെഡി ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് കഷ്ണങ്ങളൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. ഈ ഒരു കറിയും ഒരു പപ്പടവും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കുശാലായിട്ട് ചോറുണ്ണാം. തൈരൊഴിച്ചാൽ അറിയാലോ, അധികം തിളപ്പിക്കാൻ പാടില്ല. ഒന്ന് ചൂടായിട്ട് അപ്പം തന്നെ അങ്ങ് ഓഫ് ചെയ്യാം. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പും കൂടെ ചേർക്കാൻ. ഞാൻ ഇത്തിരി ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ഉപ്പേരിയൊക്കെ ഒന്ന് മാറ്റി വെക്കട്ടെ. ഇനിയിപ്പം നമ്മുടെ ആ ഒരു മോര് കറിയില്ലേ, അത് പാത്രം മാറ്റുന്നില്ല, ചട്ടിയിൽ തന്നെയാണ് വെക്കുന്നത്. നമ്മുടെ ചോറും കൂടെ അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പൂരിക്ക് കുഴയ്ക്കണം. ആവശ്യത്തിന് നമുക്ക് ആട്ടപ്പൊടി എടുക്കാം. ആട്ട എടുത്തതിന് ശേഷം ഉപ്പും കൂടെ ചേർത്തിട്ട് പച്ചവെള്ളത്തിൽ തന്നെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക. പൂരി ചുടുമ്പോഴേ നന്നായിട്ട് പൊങ്ങി വരാത്ത പ്രശ്നമുണ്ടോ? നമ്മൾ കുഴയ്ക്കുന്നത് പാകം ശരിയല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ഉള്ളം കൈ അമർത്തിയിട്ട് തന്നെ കുഴച്ചെടുക്കുക. നന്നായിട്ട് കുഴക്കുമ്പോഴാണ് പൂരി നല്ല പൊങ്ങിച്ചിട്ട് നമുക്ക് കിട്ടുക. ഇനിയിപ്പം ഉരുളകളൊക്കെ ആക്കിയതിന് ശേഷം പപ്പടത്തിൻ്റെ സൈഡ്സിലൊന്ന് പരത്തി എടുക്കുന്നുണ്ട്. പൂരി പ്രസ്സർ ഉണ്ടെങ്കിൽ എണ്ണ തടവിയിട്ട് നമുക്ക് പ്രസ് ചെയ്തെടുത്താൽ മതി. എൻ്റെ കയ്യിൽ അതില്ല. ഞാനിപ്പം ചപ്പാത്തി കോല് കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇനി ആട്ടപ്പൊടിയാണ് തൂകിയത്. മൈദയാണ് തൂകുന്നതെങ്കിൽ നമ്മുടെ ആ ഒരു എണ്ണയിലേക്ക് അധികം ഒരു പൊടി കരിയായിട്ട് വരില്ല. ആട്ടപ്പൊടിയേക്കാളും നമ്മൾ ഇതുപോലെ പരത്തുമ്പോൾ മൈദയാണ് നല്ലത്. അതേ ചീനിച്ചട്ടി തന്നെ കഴുകിയിട്ട് അടുപ്പ് കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതിനിടയിൽ മുട്ടയുടെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് വരഞ്ഞ് വെക്കുന്നുണ്ട്. ഇങ്ങനെ വരഞ്ഞ് വെക്കുമ്പോഴാണ് ആ മസാലയൊക്കെ അതിലേക്ക് പിടിക്കൂ. പൂരിയുടെ കൂടെ ബാജി അല്ലാതെ ഇതുപോലെ മുട്ട പൊരിച്ചതും സവാളയും കൂടെ കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. എണ്ണ അവിടുന്ന് ചൂടാവട്ടെ. അതിൻ്റെ ഇടയിൽ ഈ ഒരു മസാല തയ്യാറാക്കണം. ഒന്നുമില്ല, 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളകാണ് എടുത്തത്. അതിൽ 1/4 ടീസ്പൂണ് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഇത്തിരി, അതായത് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അതൊരു കുഴമ്പ് രൂപത്തിലേക്ക് മാറ്റുക. അതായത് ഈ പൊടികൾ അങ്ങനെ എണ്ണയിലിടുമ്പോൾ കരിഞ്ഞു പോകും. ഇത്തിരി വെള്ളം ചേർത്തിട്ട് ഒരു കുഴമ്പ് പരുവത്തിൽ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോവില്ല. ഒന്ന് എണ്ണയിൽ കിടന്നിട്ട് ആ മസാല ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ വരഞ്ഞു വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയില്ലേ, അത് ഇട്ടിട്ട് സിമ്മിലിട്ടതിന് ശേഷം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയിട്ട് പൊരിച്ചെടുക്കുക. അങ്ങനെ മുട്ട പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. പൂരി ചുടുമ്പോഴേ എണ്ണ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം മീഡിയത്തിലേക്ക് മാറ്റുക. എന്നിട്ട് നമ്മൾ ചുട്ടെടുക്കുകയാണെങ്കിൽ അധികം എണ്ണ കുടിക്കാത്ത നല്ല ഫ്ലഫി ആയിട്ടുള്ള പൂരി കിട്ടും. അതോടൊപ്പം തന്നെ നമ്മളത് കുഴക്കുന്ന പരുവം ഒന്ന് ശ്രദ്ധിക്കണേ. നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക വേണം.
ഇനിയിപ്പോൾ ഇതാ സവാള ഞെരടിയതും കൂടെ റെഡിയാക്കട്ടെ. സവാള വട്ടത്തിൽ തന്നെ മുറിച്ചിടുക. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണയും പിന്നെ 1/4 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും. ചെറുനാരങ്ങ നീരില്ലെങ്കിൽ വിനാഗിരി ഒഴിച്ചാലും മതി. എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് ഞെരടിയെടുക്കുക. ഇതുപോലെ അതെല്ലാം അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മീൻകറി ഉണ്ടാക്കണം. ചരുവില്ലേ, നമ്മുടെ ഇന്നലെ മുറിച്ച് വെച്ചിട്ടുള്ള നങ്കും ചെമ്മീനൊക്കെ, അത് ഉപ്പുമഞ്ഞളും ഇട്ടിട്ട് ഒന്ന് പെരക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ചട്ടിയിലേക്ക് ഡയറക്റ്റ് എല്ലാം അങ്ങ് ചേർക്കുവാണ്. വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. ഒരു 4-5 ചെറിയുള്ളി ചതച്ചതും പിന്നെ ഇത്തിരി വെളുത്തുള്ളി ഞാൻ 2 അല്ലിയെ ചേർത്തിട്ടുള്ളൂ. ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും പിന്നെ നമ്മുടെ കാന്താരി മുളകും കറിവേപ്പിലയും 1 തക്കാളിയും എല്ലാം ചേർത്തിട്ട് ഇത് നന്നായിട്ട് പൊടികളും ചേർത്തിട്ട് മിക്സ് ചെയ്യുക. ഇതിൽ എണ്ണയൊന്നും ഇപ്പോൾ ചേർക്കുന്നില്ലേ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ പുളിവെള്ളം വേണം, അതുകൊണ്ട് പുളി കുതിർത്തും വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ചേർത്തിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ പൂരിയുടെ കാര്യം മറന്നു പോകരുത്, കാരണം നമ്മൾ ഒരേ സമയം തന്നെ 1-2 കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രദ്ധയാണ് ഇവിടെ സ്പീഡ് കൂട്ടുന്നത്. ഇപ്പം ബാക്കിയുള്ള അരപ്പില്ലേ അതും കൂടെ ചേർക്കുക. എന്നിട്ട് അതേ പാത്രത്തിൽ കുറച്ച് വെള്ളം നിറച്ചിട്ട് അതും കൂടെ കലക്കി ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് ഞെരടിയെടുക്കാം. ഇതാണ് മീൻകറിക്ക് ടേസ്റ്റ് കൂട്ടുന്നത്. നമ്മുടെ ചരു ആയതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ചേർക്കുന്നില്ല, കാരണം ആ ഒരു തേങ്ങ അരപ്പില്ലേ അതെല്ലാം തിളച്ചതിന് ശേഷമാണ് മീൻ ചേർക്കാവോ, അല്ലെങ്കിൽ മീൻ ഉടഞ്ഞു പോകുമല്ലോ. ഇപ്പം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല, എല്ലാം കലക്കി വെച്ചിട്ടാണ് തീ കത്തിക്കുന്നത്. തീ കത്തിച്ചിട്ട് നന്നായിട്ട് വെട്ടിത്തിളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സമയം എടുക്കണം. അപ്പോൾ വെട്ടിത്തിളക്കുമ്പോൾ മീനില്ലാത്തത് കൊണ്ട് ഇത് തിളച്ച് മറിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ ഈ ഒരു അടുപ്പിൻ്റെ അടുത്തുനിന്ന് മാറാൻ പാടില്ല. ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നമ്മുടെ സ്പൂൺ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് തിളച്ച് മറിഞ്ഞു പോകും. ഇപ്പോൾ മീൻകറിയുടെ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ, അരപ്പ് മറിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കറിക്ക് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ചെറിയുള്ളിയും തക്കാളി എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മീൻ ചേർക്കാം. മീനും കൂടെ അവിടെ ഒന്ന് വേവട്ടെ. ഇതാ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇത് വടകരക്കാരുടെ ചരു കറിയാണ്. മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പം നന്നായിട്ട് തിളച്ച് മീനൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്തിട്ടാണ് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. അതും കൂടെ ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് മൂടി വയ്ക്കുക. അങ്ങനെ നമ്മുടെ ഫുഡെല്ലാം അങ്ങ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ സമയം 7 മണിയാണ്. അപ്പോൾ എല്ലാവരും ചായ കുടിക്കാൻ വന്നിട്ടുണ്ട്. ഇന്ന് നേരത്തെ തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ചായയും കൂടെ കഴിച്ചതിന് ശേഷം ഇത്തിരി സമയം ബാക്കിയുണ്ടല്ലോ, 7:30 ആകുമ്പോഴത്തേക്ക് നമുക്ക് പാത്രവും കൂടെ ഒന്ന് കഴുകി വെക്കാം. നമ്മൾ പാത്രമൊക്കെ കഴുകി വെച്ചിട്ടാണ് ഫുഡ് കഴിക്കുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ പൂരിയല്ലേ, അധികം തണിഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു എന്നിട്ടാണ് പാത്രം കഴുകുന്നത്. ഇതാ 7:30 ആകുമ്പോഴത്തേക്ക് എല്ലാ പണിയും കഴിഞ്ഞിട്ട് നമുക്ക് അടുക്കളയിൽ നിന്ന് ഫ്രീ ആവാം. ഇനിയിപ്പം ജോലിക്ക് പോകുന്നവരാണെങ്കിൽ 8 മണിക്ക് ഇറങ്ങുവാണെങ്കിൽ 7:30ക്ക് നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് റെഡിയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള അരമണിക്കൂർ നമുക്ക് ഒരുങ്ങാൻ വേണ്ടിയിട്ട് എടുക്കാമല്ലോ. അപ്പം അവിടെയും ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ജോലി ഇല്ലെങ്കിൽ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ അവർ എഴുന്നേൽക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് ഇവിടുന്ന് അടുക്കളയിൽ നിന്നെല്ലാം കഴിഞ്ഞിട്ട് ഫ്രീ ആവാൻ പറ്റില്ലേ. ഇനി അതുമല്ല, നമുക്കിപ്പം പഠിക്കാനുള്ള ഒരു സമയമാണ് വേണ്ടതെങ്കിൽ ഒരുപാട് സമയം ഇനിയും നമുക്ക് കിടക്കുന്നുണ്ട്. ഇനിയിപ്പം മെയിനായിട്ട് നമുക്ക് എന്തൊക്കെയുള്ളത്, ഒന്ന് അടിച്ചു വാരിയിട്ട് തുടക്കേണ്ട ദിവസമാണെങ്കിൽ തുടക്കണം, പിന്നെ അലക്കാനുണ്ടെങ്കിൽ അതും കൂടെ ചെയ്യണം. അതിനും നമുക്ക് ഒരു എങ്ങനെ പോയാലും 2 മണിക്കൂർ വേണ്ടി വരില്ല. എന്നാലും നമുക്ക് ആ 2 മണിക്കൂറും കൂടെ കണക്ക് കൂട്ടിയാലും പിന്നെയും നമുക്ക് കിടക്കുന്നുണ്ട് ഒരുപാട് സമയം ഫ്രീ ടൈം. വീട്ടമ്മമാരാണെങ്കിൽ 9:30 ആകുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു ക്ലീനിങ്ങും കൂടെ വാഷിങ്ങും എല്ലാം കഴിയും. അതും കഴിഞ്ഞ് പിന്നെ 4 മണി വരെ നമ്മൾ ഫ്രീ ആണ്. നമുക്ക് എന്ത് വേണമെങ്കിലും ആ സമയത്ത് നമ്മുടെ കയ്യിലാണ്. ആ സമയം നമ്മുടേതായ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനിയിപ്പം ജോലിക്ക് പോകുന്നവരാണെങ്കിൽ 7:30ക്ക് നമ്മൾ അടുക്കളയിൽ ഇറങ്ങുമ്പം തന്നെ നമുക്ക് വാഷിംഗ് മെഷീനിൽ അലക്കാനിട്ട് വയ്ക്കാം. എന്നിട്ട് ഓടിച്ചിട്ട് നമുക്ക് ഒന്ന് അടിച്ചു വാരണമെങ്കിൽ അത് ചെയ്യാം. ഇനി അതല്ല, നമ്മൾ വൈകിട്ട് വന്നിട്ടാണ് അടിച്ചു വാരുന്നതെങ്കിൽ അതൊക്കെ വൈകിട്ട് ചെയ്യാം. എന്തായാലും തിരക്കൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ പറ്റുമല്ലോ, കാരണം ഇഷ്ടം പോലെ നമുക്ക് സമയമുണ്ട്. ഇനിയിപ്പോൾ നമ്മളിൽ പലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും 9:30 ആകുമ്പോഴത്തേക്ക് ഇതെന്തിനാ പണിയൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുന്നത്, എന്തിനാ അതിൻ്റെ ആവശ്യം, 2 മണിയാകുമ്പോഴൊക്കെ തീർന്നാൽ പോരെ. അങ്ങനെ ചിന്തിക്കുന്നവർ ഇതൊന്നും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. സാവധാനം നമ്മുടേതായ രീതിയിൽ 2 മണിയാകുമ്പോഴേക്ക് പണി തീർത്താലും മതി. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സ്പീഡ് കൂടുതലായിരിക്കും. ഒരു തവണയെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ, കാരണം നമുക്ക് നല്ല വ്യത്യാസം ഫീൽ ചെയ്യും. 9 മണിക്ക് ശേഷം തുടങ്ങുന്ന ജോലികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഉഷാറുണ്ടാവില്ല. രാവിലത്തെ എനർജി അത് രാവിലെ മാത്രമേ കിട്ടൂ. ഇനിയിപ്പം നമുക്ക് ഗാർഡനിങ് വേണമെങ്കിൽ അതിലേക്ക് ഇറങ്ങാം, സ്റ്റിച്ചിങ് ആണെങ്കിൽ അത് ചെയ്യാം, പഠിക്കണമെങ്കിൽ പഠിക്കാം. പിന്നെ അതല്ല, നമുക്ക് ഫോണൊക്കെ ഒന്ന് വിസ്തരിച്ചിരുന്ന് നോക്കാനുള്ള സമയമാണ് വേണ്ടതെങ്കിൽ അത് ചെയ്യാം. അങ്ങനെ നമ്മുടേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഫ്രീ ടൈമിൽ ചെയ്തെടുക്കാൻ പറ്റും.
അപ്പോൾ ഈ വീഡിയോ ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക്